ഏകദേശം 35,000-ഓളം രൂപയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എക്സാം ഫെയിൽ ആയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഈ ഒരു കോമൺ മിസ്റ്റേക്ക് കാരണമാണ് അവരുടെ സ്കോർ കുറഞ്ഞു പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഇംപ്രിൻസ് അക്കാഡമി. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഏകദേശം 5 ഇരട്ടി സാലറിയാണ് സൗദിയിൽ ഒരു നഴ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പല നഴ്സസും സൗദിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൗദിയിൽ ഒരു നഴ്സായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗദി നഴ്സിംഗ് ലൈസൻസിംഗ് എക്സാം ക്ലിയർ ആകേണ്ടതുണ്ട്. അതായത് സൗദി പ്രോമെട്രിക് എക്സാം. ഏകദേശം 35,000-ഓളം രൂപയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എക്സാം ഫെയിൽ ആയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മൊത്തം 3 ചാൻസ് ആണുള്ളത്. സത്യത്തിൽ ഈ എക്സാം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഫെയിൽ ആകുന്നത്? പല സ്റ്റുഡൻസും എക്സാമിന് ഫെയിൽ ആകുന്നത് അവർക്ക് നോളജ് കുറവുള്ളത് കൊണ്ടൊന്നുമല്ല. അവർക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, സബ്ജക്ട്സ് അവർ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് മണിക്കൂർ പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എക്സാം റിസൾട്ട് വരുമ്പോൾ ഫെയിൽ. അതേസമയം ചില കുട്ടികൾ 2-3 മാസത്തെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാം പാസ്സാകുന്നുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡിഫറൻസ് എവിടെയാണ്? നോളജിലാണോ, ക്ലിനിക്കൽ എക്സ്പീരിയൻസിലാണോ, അതോ IQ-ലാണോ? ആക്ച്വലി നൺ ഓഫ് ദീസ്. ആദ്യം നമുക്ക് സൗദി പ്രോമെട്രിക് എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ടോട്ടൽ 210 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മൊത്തം സമയം 4 മണിക്കൂർ. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഇനി നമുക്ക് എക്സാം സിലബസ് ഒന്ന് ചെക്ക് ചെയ്താലോ? നിങ്ങൾ നഴ്സിംഗിന് പഠിച്ച എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഈ ഒരു പ്രോമെട്രിക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് കാണും. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, OBG, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് റിസർച്ച്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്. ഇവിടെയാണ് പല കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. അവർ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, OBG, FON, പീഡിയാട്രിക്സ് ഇതൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ട് പോകും. പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട്സ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, കമ്മ്യൂണിറ്റി, മെന്റൽ ഹെൽത്ത് ഇതൊക്കെ സ്കിപ്പ് ചെയ്യും. ഇത് അവരുടെ സ്കോർ കുറയ്ക്കും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഓരോ കുട്ടിക്കും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ സെറ്റാണ് കിട്ടുന്നത്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ OBGയിൽ നിന്നും മെഡ്സർജിൽ നിന്നും ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. പക്ഷെ വേറെ ചിലർക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് അഡ്മിനിസ്ട്രേഷനും റിസർച്ചുമായിരിക്കും. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പല സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഡം ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത്, പക്ഷെ എക്സാം ഹോളിൽ ചെന്നപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അറിയാമെന്ന് തോന്നും, പക്ഷെ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തോന്നും. ഫൈനലി യു ചൂസ് ദ റോങ് ആൻസർ. ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലൂസിംഗ് ദെയർ സ്കോർ. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് അവരുടെ സ്കോർ കുറയ്ക്കുന്നത്. അവർ പഠിക്കുന്നത് തിയറി മാത്രമാണ്. സൗദി പ്രോമെട്രിക്കിൽ കൂടുതൽ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അത് വളരെ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് ആ നോളജ് വെച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൗദി പ്രോമെട്രിക്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് സെനാരിയോ തരും, എന്നിട്ട് അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സിംറ്റംസ് ചൂസ് ചെയ്യാൻ പറയും. ഇതിൽ ചില ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ചില ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ പ്രോപ്പർലി അനലൈസ് ചെയ്യാനും ആൻസേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യാനും പഠിക്കണം. അത് ഒരുപാട് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി മാത്രമാണ് ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. സോ സൗദി പ്രോമെട്രിക്കിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഇനി സ്റ്റുഡൻസ് വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ് മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാത്തത്. പല കുട്ടികളും പറയാറുണ്ട്, മാഡം ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. മൊത്തം 210 ക്വസ്റ്റ്യൻസിന് 4 മണിക്കൂർ സമയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റിൽ കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒരു ഫുൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ഈ ഡൗട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരിക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആൻസർ ചെയ്യണം. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഇല്ല. ചില ക്വസ്റ്റ്യൻസ് വളരെ ലെന്തി ആയിരിക്കും. സ്റ്റുഡൻസ് പറയാറുണ്ട്, 2-3 തവണ വായിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയത്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ?
ഇതിനാകെ ഒരു പരിഹാരം എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ റീഡിംഗ് സ്പീഡ് കൂടും, കോംപ്രിഹെൻഷൻ കൂടും, ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇംപ്രിൻസ് അക്കാഡമിയുടെ മൊബൈൽ ആപ്പിൽ തന്നെ 5000-ൽ കൂടുതൽ MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് റോങ് ആയി എന്ന് കൂടി അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ സബ്ജക്ട്സ് എല്ലാം പഠിച്ചു, MCQs ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ചെയ്തിട്ടാണ് എക്സാമിന് പോകാവുള്ളൂ. എന്താണോ? റിവിഷൻ ചെയ്യുക. പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാം ഓർമ്മ കാണും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകും. അത് നോർമലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്ട്സ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഞങ്ങൾ ഇംപ്രിൻസ് അക്കാഡമിയിലാണെങ്കിലും കുട്ടികൾക്ക് ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും റിവിഷൻ ടെസ്റ്റുകളും സബ്ജക്ട് ടെസ്റ്റുകളും ചെയ്യിക്കുന്നുണ്ട്. അതവർ എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. റീസെന്റ് വന്നിട്ടുള്ള സൗദി പ്രോമെട്രിക് ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചില ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് എക്സാമിന് ശേഷം സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം വീഡിയോ ക്ലാസ്സസ് ആയിട്ട് ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും റീസെന്റ് വന്നിട്ടുള്ള സൗദി പ്രോമെട്രിക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പം നമ്മൾ സബ്ജക്ട്സ് എല്ലാം പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു, റീസെന്റ് ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയേ ഉറപ്പായിട്ട് നിങ്ങൾ സൗദി പ്രോമെട്രിക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നതാണ്. ഞങ്ങൾ ഇംപ്രിൻസ് അക്കാഡമിയിൽ എല്ലാ പ്രോമെട്രിക് എക്സാംസിൻ്റെയും ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So wish you all the best for your exam and see you soon with another video. Thank you.